ഇനി രണ്ടാമത്തെ എക്യുമെനിക്കൽ കൗൺസിൽ സാർവത്രിക സൂനഹദോസാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഒന്നാം സൂനഹദോസ് 381. 2 പാഷണ്ഡതകളാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പൊ അപ്പോളിനാരിസും മാസിഡോണിയനിസം 2 പാഷണ്ഡതകളാണ് പശ്ചാത്തലമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഒന്ന് അപ്പോളിനാരിസ്, ലാവോദീക്കിയയിലെ മെത്രാനായിരുന്ന അപ്പോളിനാരിസ് ആണ് ഈ പാഷണ്ഡത പഠിപ്പിച്ചത്. അപ്പോളിനാരിസിന്റെ അഭിപ്രായത്തിൽ ഈശോയ്ക്ക് മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു എന്ന കാര്യം അപ്പോളിനാരിസ് അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോളിനാരിസിന്റെ അഭിപ്രായത്തിൽ ഈശോയ്ക്ക് മനുഷ്യ ആത്മാവ് ഇല്ലായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അപ്പോളിനാരിസ് പുത്രന്റെ പരിപൂർണ മനുഷ്യത്വം നിഷേധിച്ചു. ഒരു വ്യക്തി മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മനുഷ്യ ശരീരമുണ്ട്, മനുഷ്യ ആത്മാവുമുണ്ട്. അപ്പൊ ദൈവ മനുഷ്യനായെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈശോയ്ക്ക് മനുഷ്യ ശരീരവും മനുഷ്യ ആത്മാവും ഉണ്ടാകണം. പക്ഷേ അപ്പോളിനാരിസ് ഇവിടെ മനുഷ്യാത്മാവ് ഇല്ല എന്ന് പഠിപ്പിച്ചു. മനുഷ്യ ശരീരം ഉണ്ടെന്ന് അംഗീകരിച്ചെങ്കിലും മനുഷ്യ ആത്മാവ് ഇല്ല എന്ന് നിഷേധിച്ചു. മനുഷ്യാത്മാവ് ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പോൾ അടിസ്ഥാനപരമായി ഈ പാഷണ്ഡത ഈശോയുടെ പരിപൂർണ മനുഷ്യത്വത്തെയാണ് നിരാകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അപ്പോളിനാരിസ് ഇപ്രകാരം പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, അപ്പോളിനാരിസിനെ അലട്ടിയ ഒരു പ്രധാന ചിന്ത താത്വികമായ ഒരു ചിന്ത തന്നെയാണ്. ഹൗ ക്യാൻ ഗോഡ് ബിക്കം മാൻ വിത്തൗട്ട് സീസിങ് ടു ബി ഗോഡ്? ഇതാണ് അദ്ദേഹം ചോദിച്ചത്. ദൈവത്തിന് മനുഷ്യനാവുമ്പോൾ എങ്ങനെയാണ് ദൈവത്വം ഉപേക്ഷിക്കാതെ മനുഷ്യനാകാൻ സാധിക്കുക? അല്ലെങ്കിൽ ഒരേ സമയം എങ്ങനെയാണ് ഒരാൾക്ക് മനുഷ്യനും ദൈവമാകാൻ സാധിക്കുക എന്നുള്ള അടിസ്ഥാന ചോദ്യം തന്നെയാണത്. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടെത്തിയ ഒരു കോംപ്രമൈസ് ഫോർമുലയാണത്. അദ്ദേഹം അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്: മനുഷ്യ ശരീരം മാത്രമേ എടുത്തിട്ടുള്ളൂ, മനുഷ്യ ആത്മാവ് എടുത്തിട്ടില്ല. മനുഷ്യ ആത്മാവിന് പകരം വചനം, ദൈവം തന്നെയാണ് വർത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് അപ്പോളിനാരിസ് എന്ന് പറയുന്ന പാഷണ്ഡത. രണ്ടാമത്തെ പാഷണ്ഡത, ഈ രണ്ടാം സാർവത്രിക സൂനഹദോസിനെ പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ച, ആ കൗൺസിൽ വിളിച്ചു കൂട്ടുന്നതിന് പ്രേരിപ്പിച്ച രണ്ടാമത്തെ പാഷണ്ഡത എന്ന് പറയുന്നത് മാസിഡോണിയനിസം എന്ന് പറയുന്ന പാഷണ്ഡതയാണ്. ഈ പാഷണ്ഡത ന്യൂമറ്റോമാക്കിയനിസം, ഇത് പഠിപ്പിച്ചവരെ ന്യൂമറ്റോമാക്കിയൻസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പായിരുന്ന മാസിഡോണിയസ് ആണ് ഇത് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മാസിഡോണിയനിസം എന്നറിയപ്പെടുന്നത്. അദ്ദേഹം നിഷേധിച്ചത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വമാണ്. അപ്പോൾ നേരത്തെ ആരിയസ് പുത്രന്റെ ദൈവത്വമാണ് നിഷേധിച്ചതെങ്കിൽ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വമാണ് മാസിഡോണിയസ് നിഷേധിച്ചത്. പരിശുദ്ധാത്മാവ് ഒരു സൃഷ്ടി മാത്രമാണ്. അതുമാത്രമല്ല, ഒരു പക്ഷേ ഒരു ഏഞ്ചൽ പോലെ ഒരു സൃഷ്ടിയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഈ 2 പാഷണ്ഡതകളും, നമ്മൾ ഈ മൊത്തം പറഞ്ഞ 3 പാഷണ്ഡതകളും അടിസ്ഥാനപരമായി പരിശുദ്ധ ത്രിത്വം എന്ന അടിസ്ഥാന വിശ്വാസത്തെ തന്നെയാണ് എതിർക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ 2 പാഷണ്ഡതകളുടെ ഒരു പശ്ചാത്തലമുണ്ട് ഒന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസിന്റെ പഠനത്തിൽ. ഒന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസ് AD 381 വിളിച്ചു ചേർക്കപ്പെട്ടത്. ഈ സൂനഹദോസ് അപ്പോളിനാരിസത്തെയും മാസിഡോണിയനിസത്തെയും നിഷേധിച്ചു. ഈശോയ്ക്ക് പുത്രനെ മനുഷ്യ ആത്മാവുണ്ടെന്ന് കൃത്യമായി പഠിപ്പിച്ചു. മനുഷ്യ ആത്മാവ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ, മനുഷ്യ ശരീരവും മനുഷ്യ ആത്മാവും ഉള്ളത് കൊണ്ട് തന്നെ ഈശോ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണ് എന്ന് കൗൺസിൽ ഊന്നി പറഞ്ഞു. കൂടാതെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വവും ഊന്നി പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ഭാഗം ഈ കൗൺസിലിന്റെ പ്രത്യേക സംഭാവനയാണ്. അടിസ്ഥാനപരമായി നിക്യ സൂനഹദോസ് പഠിപ്പിച്ച കാര്യങ്ങള് കോൺസ്റ്റാന്റിനോപ്പിൾ ഒന്നാം സൂനഹദോസും ആവർത്തിക്കുന്നു.
കൂടാതെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള ഭാഗവും കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ ഈ രണ്ട് സാർവത്രിക സൂനകദോസുകളുടെയും കൂടി ചേർന്നുള്ള വിശ്വാസ പ്രഘോഷണമാണ്, വിശ്വാസ പ്രബോധനമാണ്, വിശ്വാസ പ്രഖ്യാപനമാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം. ഈ നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഏറ്റു ചൊല്ലുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിശ്വാസ പ്രമാണമാണ് എല്ലാ മുഖ്യധാര സഭകളും സ്വീകരിച്ചിരിക്കുന്നത്.